ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ഡോർമെറ്ററിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും എന്തിനാ ഇന്ന് ഇവിടെ വന്നത്, ട്രിവാൻഡ്രത്ത് വന്നതല്ല. സോ ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബലിയിടാൻ വേണ്ടിയിട്ടാണ്. സോ വാവല്ലേ, അവിടെ ബലിയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. ട്രിവാൻഡ്രത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളിന്ന് കൂട്ടുകാരൻ്റെ കൂടെ വന്നിരിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ബലിയിടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ തിരുവല്ലത്തെ ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് മിക്ക ആൾക്കാരും ബലിയിടുന്നത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിരാവിലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു, കാരണം നല്ല തിരക്കായിരിക്കുന്നു. ഈ ഒരു ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു. പെട്ടെന്ന് തന്നെ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ കർമ്മത്തിന് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് പോയി. 5 മണിക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് പുലർച്ചെ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് വലിയ ക്യൂ ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്ന സൈഡിലായിട്ട് കുറേ തോർത്ത് വയ്ക്കുന്ന അമ്മമാർ, കുറേ അമ്മമാരെ കടകൾ, കൂടുതലും ഇവിടെ അമ്മമാരെ കടകളാണ്. അമ്മമാരാണ് കൂടുതൽ തോർത്തായിട്ടും മുണ്ടുകളായിട്ടൊക്കെ നിൽക്കുന്നത്. ചില ആൾക്കാർ തോർത്തെടുത്ത് കർമ്മങ്ങൾ ചെയ്യും, ചില ആൾക്കാർ മുണ്ടെടുത്ത് ചെയ്യും. അപ്പോൾ ആരും ഒന്നും കൊണ്ടുവരത്തില്ല. അങ്ങനത്തെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫ്രഷായിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് തന്നെ ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടകളും സൈഡിലായിട്ട് നിറയെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അതിന് മുമ്പ് ഇതാ കൂട്ടുകാരൻ തോർത്ത് മേടിക്കുകയാണ്. അവന് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള തരത്തിലുള്ള തോർത്ത്. ആദ്യം ഒരു തോർത്ത് മേടിച്ചു, അതൊരു വലിയ വലുപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വലിയ തോർത്ത് തന്നെ 50 രൂപയും കൊടുത്ത് മേടിച്ചു. ഈ ഒരു അമ്മയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തൊന്നും അധികം ആളെ കാണാനില്ലെങ്കിലും അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇത്രയും പുലർച്ചെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ രാമായണ മാസം. അപ്പോൾ ഉണ്ടോ ഈ ഇതുണ്ടോ മൊത്തം ആൾക്കാർ വന്നിരിക്കുകയാണ്. ഇത്രയും പുലർച്ചെ ഇത്രയും ആൾക്കാർ വലിയ ക്യൂ ആയിരിക്കുകയാണ്. ഇനി എപ്പോൾ കഴിയുമെന്നറിയില്ല. അപ്പം അവനവിടെ ക്യൂ നിന്നിട്ട് ഞാനിവിടെ സൈഡിലായിട്ട് വന്ന് നിന്നിരിക്കുകയാണ്. കാരണം ഞാൻ സൈഡിൽ നിന്നു, അവനാണ് കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് മാറി നിന്നിരിക്കുകയാണ്. ഒരു ഐതിഹ്യത്തെപ്പറ്റി എനിക്കറിയാവുന്ന കൊച്ചറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാവുന്ന അറിവ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർക്കിടക വാവ് ബലി ആചരിക്കുന്നത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസത്തിലാണ്. ഈ വർഷം ജൂലൈ 24 കർക്കിടക വാവ് വരുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായത്തിലെ ആദ്യത്തെ അമാവാസിയാണ് ജൂലൈ 24. പിതൃക്കൾക്ക് ബലിയിടുന്നതിലൂടെ ദീർഘായുസ്, സന്താന ഗുണം, ധനം, വിദ്യാധനം, സ്വർഗം, മോക്ഷം എന്നിവ ഗുണഫലമാണ് എന്നാണ് വിശ്വാസം. കർക്കിടക വാവുബലി ഇടേണ്ടത് എങ്ങനെ? ബലികർമ്മം അനുഷ്ഠിക്കുന്നതിൽ വിശുദ്ധി പാലിക്കണം. ബലി ഇടുന്ന തലേ ദിവസം ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുക. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ വാവുബലി സമർപ്പിച്ച് തുടങ്ങാം. പൗരാണികമായി പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമായിരിക്കണം ബലികർമ്മം ചെയ്യേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. വീട് പരിസരവും ശുദ്ധമാണെങ്കിൽ അവിടെ വെച്ചും ബലികർമ്മം ചെയ്യുന്നത് ഉത്തമമാണ്. തിരുവനന്തപുരം ശ്രീ പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം, പെരുമ്പാവൂർ ചേലമറ്റം ക്ഷേത്രം, ആലുവ മണപ്പുറം, തിരുനാവായ മുകുന്ദക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, തൃക്കുന്നപ്പുഴ, തിരുവില്ലാമല, ആറന്മുള, കോട്ടയം തിരുമൂലവരം എന്നിവയാണ് കേരളത്തിലെ ബലിതർപ്പണം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങൾ. ഇതുകൂടാതെ കേരളത്തിലെ ചെറുക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണം ഒരുക്കാറുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് സദ്യ തയ്യാറാക്കി വിളമ്പും. വിളക്ക് കത്തിച്ചു വെച്ച ശേഷം സദ്യ ഇലയിട്ട് ആദ്യം പിതൃക്കൾക്ക് നൽകും. അതിനുശേഷമേ വീട്ടുകാർ കഴിക്കൂ. നമ്മൾ അവനെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. സോ കർമ്മങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒത്തിരി സമയമായി. ഇത്രയും നേരമായിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സമയം പോലെ ഇറങ്ങട്ടെ. ഒരു കുളമൊക്കെ ആണ്, നമുക്ക് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. വാ.
മൈക്കിൻ്റെ നമ്മൾ ഈ അമ്പലത്തിലൊരു കുളമാണ്. സോ ആ ഒരു കുളം നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പം ഈ കുളത്തു നിന്നാണ് കുളിച്ചിട്ട്, കുളമാണോ ആറാണോ എന്താ അറിയില്ല, കുളമായിരിക്കും. കുളമാണ്. സോ ഇവിടെ എല്ലാം ബലി ഇട്ടതിൻ്റെ ഇത് പൂക്കളും അതും ഇതൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരണേ, ആദ്യത്തെ ടൈമാണ്. സോ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടില്ല. വർക്കലുള്ള അമ്പലങ്ങളൊക്കെ എനിക്ക് ഏകദേശം അറിയാം, കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നത് ആദ്യം വർക്കലയാണല്ലോ. സോ അതുകൊണ്ട് അവിടുത്തെ അമ്പലങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം. പക്ഷെ ഇവിടെ ഉള്ളത് എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ചായ കിട്ടു. ഞാൻ ഇറങ്ങാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയമായിട്ടുണ്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ പുറകെ. അമ്മമാർക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് കൊടുക്കാം വിൽക്കാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ പട്ടികളെ കണ്ടപ്പോൾ എൻ്റെ ചായ അങ്ങ് ക്യാൻസലാക്കി. അമ്മമാർക്ക് ഇച്ചിരി ബിസ്ക്കറ്റ് മേടിച്ചിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. കാരണം അമ്മമാർ വിശന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി, കാരണം അതുങ്ങൾക്ക് ആരും ഫുഡ് കൊടുക്കത്തില്ല. സോ നമുക്ക് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടോ. അപ്പം നമ്മൾ ചായ ക്യാൻസലാക്കിയിട്ട് അമ്മമാർക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു. അമ്മമാർ നല്ല തീറ്റയാണ്. സോ വിശന്നിരിക്കുമായിരിക്കും രാവിലെ തന്നെ. ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ അമ്മമാരാരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അമ്മമാർക്ക് നമ്മളെ ചായ ക്യാൻസൽ ചെയ്തിട്ട് അമ്മമാർക്ക് ആ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ബലി സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പൂജയും കൂടെ ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അവന് കുറച്ചധികം സമയം എടുത്തു. മേ ബി ഒരു 3 ഹവറിന് മുകളിലെടുത്തു. സോ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നദാനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും പുറകിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഇത് അന്നദാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ഇങ്ങനെ ഒന്ന് കഴിക്കുമ്പോൾ എനിക്ക് വർക്കല ഓർമ്മ വരുന്നു. കാരണം ഞാൻ നാട് വിട്ട് വന്നതിന് ശേഷം ആദ്യം വർക്കല വരുന്നത്. അപ്പോൾ വർക്കല വന്ന സമയത്ത് അവിടുത്തെ പല അമ്പലങ്ങളിൽ നിന്നും ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ജോലിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നാട് വിട്ട് വന്ന സമയത്ത് ഇവിടെ പലയിടത്തിലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, നീ ഏത് നാടാണ്, ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കേസൊന്നുമില്ല, ആ നാട്ടിൽ നിങ്ങൾക്ക് കേസൊന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒപ്പിക്കുന്നവരെ എനിക്ക് ജോലിക്ക് ഭയങ്കര പാടായിരുന്നു. അതുവരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത് ഇത്തരത്തിലുള്ള അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഏതൊക്കെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടോ ആ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു പോയിട്ട്. വർക്കലുള്ളവർക്കൊക്കെ അതറിയാം. പിന്നെ മാത്രമല്ല, വർക്കല എപ്പോഴും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ അന്നദാനം എല്ലാ ദിവസവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫുഡിനൊരു ക്ഷാമം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് അറിയാനും ഞാൻ കുറേ ടൈം എടുത്തു. ആദ്യമൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയാമല്ല. അപ്പം അത് അറിയാനും കുറച്ച് ടൈം എടുത്തു. പക്ഷെ അറിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ അന്നദാനം കഴിക്കുമായിരുന്നു. ഇവിടുന്ന് കഴിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഇവിടെ ഇന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബലി സമർപ്പണം നടത്തുക എന്നുള്ളതാണ്. അതെന്തായാലും അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിൻ്റെ പുറമെ ഒരു പൂജയും കൂടെ കഴിച്ചു. അപ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാളും നന്നായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ട്. ഞാനും വളരെ ഹാപ്പിയാണ് അവൻ്റെ കൂടെ ഇത്രയും വരെ വരാൻ പറ്റി. അവനക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വരാനും അവനൊരു ഹെൽപ്പ് ആവാനും എനിക്ക് പറ്റി. ഒരു നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു.
എൻ്റെ ഭാഗ്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റിയതും ഇതൊക്കെ കാണാൻ പറ്റിയതും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സോ അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റാന്നിയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ലവ് യു, ടാറ്റ, ബൈ ബൈ, പ്ലും.